ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാദിയ ഗോൾഡൻ ഡയമണ്ട് ചാവക്കാട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ പ്രസാദ ഊട്ടിയിൽ കയറ്റിയില്ലെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ആരോപണം വസ്തുതാവിരുദ്ധമെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ. ആരോപണത്തെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചതായും ആരോപണമുന്നയിച്ച വീട്ടമ്മ കുടുംബാംഗങ്ങളോടൊപ്പം പ്രസാദ ഊട്ടിൽ പങ്കെടുത്ത് മടങ്ങിയതാണെന്നും ചെയർമാൻ പറഞ്ഞു. ദേവസ്വത്തെയും ശ്രീ ഗുരുവായൂരപ്പ സന്നിധിയിലെ പ്രസാദ ഊട്ടിനെയും ഇകഴ്ത്തിക്കാട്ടാനാണ് ഇവർ ശ്രമിച്ചത്. ഭക്തരിൽ തെറ്റിദ്ധാരണ പരത്താനുള്ള ശ്രമം അപലപനീയവും പ്രതിഷേധാർഹവുമാണെന്ന് ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പറഞ്ഞു. ഓഗസ്റ്റ് മാസം 10-ാം തീയതി ഗുരുവായൂരിലെ പ്രസാദ ഊട്ടിന് ക്യൂ നിൽക്കുന്ന ഇടത്ത് ചില പ്രശ്നങ്ങളുണ്ടായി എന്ന രീതിയിൽ ഒരു ഭക്തയുടെ ഒരു വീഡിയോ ദൃശ്യം ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ അതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുവാനും ഗുരുവായൂർ ദേവസ്വം ജീവനക്കാരുടെ പേരിൽ, സെക്യൂരിറ്റി ജീവനക്കാരന്റെ പേരിൽ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണമെന്നും അയാളുടെ പേരിൽ നടപടിയെടുക്കണമെന്നുള്ള രീതിയിലാണ് ഞാൻ നിർദ്ദേശം കൊടുക്കുകയുണ്ടായത്. വിശദമായി അന്വേഷിച്ചപ്പോൾ ഇതിന്റെ സെക്യൂരിറ്റി ഓഫീസർമാരെ കൊണ്ട് ഇത് അന്വേഷിപ്പിച്ചു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ അവിടെ ഉണ്ടായത്, സാധാരണ രീതിയിൽ ഗുരുവായൂർ ദേവസ്വത്തിൽ എല്ലാ ദിവസവും പ്രസാദൂട്ട് നടക്കുന്നുണ്ട്. ഉച്ചപൂജ കഴിയുന്നത് വരെ, ഉച്ചപൂജ കഴിഞ്ഞ് തൊഴുത് പുറത്തിറങ്ങുന്ന ഭക്തന്മാർക്ക് കൂടി നൽകാവുന്ന രീതിയിലാണ് പ്രസാദോട്ട് സംഘടിപ്പിക്കുന്നത്. അതിന്റെ വിതരണവും ആ രീതിയിൽ തന്നെയാണ്. ഉച്ചപൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ക്യൂ അവിടെ ക്ലോസ് ചെയ്യും. ആ ക്യൂ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും ചില ഭക്തജനങ്ങൾ അതിന്റെ പുറകിൽ വന്ന് ക്യൂവിനെ പിന്തുടർന്നുകൊണ്ട് നിൽക്കാറുണ്ട്. ഈ സംഭവം നടന്ന ദിവസം ക്യൂവിനകത്ത് തന്നെയായിരുന്നു ഈ സ്ത്രീയും അവരുടെ കുടുംബാംഗങ്ങളുമൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ക്യൂ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവര് ശ്രദ്ധിക്കാതെ അവരാ ക്യൂവിന്റെ പുറത്തായിപ്പോയി എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ക്ലോസ് ചെയ്ത ക്യൂവിന്റെ പുറകിൽ നിൽക്കുന്നവർ അവരുടെ മുന്നിൽ കടന്നു. സെക്യൂരിറ്റി ജീവനക്കാരൻ അവിടെ ക്ലോസ് ചെയ്തു എന്നുള്ള ബോർഡ് പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അപ്പം അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ആരെങ്കിലും ക്യൂവിനകത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ വരണം എന്ന് പറഞ്ഞു. ഇതൊന്നും ഇവരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഉണ്ടായ എന്തോ ചില തെറ്റിദ്ധാരണയുടെ പുറത്ത് ആണ് അവര് ഈ ഒരു വീഡിയോ ഇടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അവർ ക്യൂവിൽ അകത്തുള്ള ആളാണെന്ന് സെക്യൂരിറ്റിക്കാരനോട് പറഞ്ഞപ്പോൾ അവർക്ക് ആ പൊസിഷനിൽ പോയിട്ട് നിന്നോളാൻ അദ്ദേഹം അനുവാദം കൊടുത്തു. ആദ്യം ഒരു പൊസിഷനിൽ ചെന്നു, അതല്ല അവിടെയല്ല, ഞങ്ങൾ അതിന്റെ മുന്നിലായിരുന്നു. ശരി, അതിന്റെ മുന്നിലാണെങ്കിൽ അവിടെ പോയി നിന്നോളാൻ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ് അവര് ക്യൂവിൽ നിന്നു. ആ ക്യൂവിൽ നിന്നതിന് ശേഷമാണ് അവരെന്ത് ചെയ്യുന്നത്, അവിടെ നിന്ന് ഒരു മൊബൈൽ ഫോണുമായി വന്ന് ഇദ്ദേഹത്തിന്റെ ഫോട്ടോ എടുക്കുകയും ക്യൂവിൽ നിന്ന്. അപ്പോൾ തന്നെ ക്യൂവിൽ നിൽക്കുന്ന പലരും പറയുന്നുണ്ടായിരുന്നു, ഇദ്ദേഹം ഒരു തെറ്റായിട്ട് ഒരു കാര്യം ചെയ്തില്ലല്ലോ. കാരണം ക്യൂ അവസാനിച്ചു കഴിഞ്ഞാലും അവിടെ പ്രസാദ ഊട്ടിൽ അന്നലക്ഷ്മി ഹാളിൽ ഭക്ഷണമുണ്ടെങ്കിൽ ക്യൂവിന് പുറത്തു നിൽക്കുന്നവർക്കും കൊടുക്കാറുണ്ട്. എന്ന് മാത്രമല്ല, ഈ സ്ത്രീക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമൊക്കെ ന്യായമായും അവർ അർഹിക്കുന്നതായ ആ ഒരു പൊസിഷനിൽ തന്നെ സ്ഥാനം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവര് അന്ന് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തതിന് ശേഷം അവർ ഈ രീതിയിലുള്ള ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത് ബോധപൂർവം ഗുരുവായൂർ ദേവസ്വത്തെയും ഗുരുവായൂർ ദേവസ്വത്തിലെ പ്രസാദ ഊട്ട് സിസ്റ്റത്തെയും ഒക്കെ ഇകഴ്ത്തി കാണിക്കുവാനുള്ള ഒരു ശ്രമമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? 1 രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. ആളൂക്കാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ.